പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഗോഡ് ഈസ് ഓൾമൈറ്റി എന്ന ചാനലിലൂടെ വചനം കേൾക്കുകയും ഇവിടെ നിന്ന് കിട്ടുന്ന വചനങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. വചനം ലോകാതിർത്തി വരെ കർത്താവിൻ്റെ വചനം എത്തുന്നതിന് നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ ചെറുതും വലുതുമായ ഭാഗഭാക്കുകളാകുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. കാരണം ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാത്ത കർത്താവിൻ്റെ വചനം, ആ വചനം എത്തേണ്ട കരങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ്. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയിട്ട്, സുവിശേഷത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറുവിരൽ അനക്കിയാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കാതിരിക്കുകയില്ല. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ജീവിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും കൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹീതമായി തീരുവാനും വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ബൈബിള് കഴിയുമെങ്കിൽ ദിവസവും അരമണിക്കൂർ ബൈബിള് വായിക്കുകയും കുറച്ച് വചനങ്ങളെങ്കിലും കാണാതെ പഠിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ ആവർത്തിച്ച് പറയുകയും ചെയ്യുക. അപ്പോൾ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടും. വചനം എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുമുണ്ട്. വചനം നമ്മൾ എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതം കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടും. ഒരു പാപചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് ശരിയാകില്ല, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ തുടങ്ങും. അങ്ങനെ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിച്ച് ജീവിക്കുവാനായിട്ട് വചനം നമുക്ക് സഹായമാകും. അപ്പോൾ വചനത്തിന് വേണ്ടിയിട്ട് ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കുകയാണെങ്കിൽ, നമ്മുടെ സമയത്തിൻ്റെ ഒരു പങ്ക് ദൈവത്തിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ വചനം അത് ദൈവം തന്നെയാണ്. അപ്പോൾ ആ വചനത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക. എല്ലാ തിരക്കുകൾക്കിടയിലും കുറച്ച് സമയം നമ്മുടെ ദൈവത്തിന് വേണ്ടിയിട്ട്, വചനം വായിക്കുന്നതിന് വേണ്ടിയിട്ട്, വചനം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ട് കഴിവതും പരിശ്രമിക്കുക. കുടുംബം കൂടുതൽ അനുഗ്രഹീതമാകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്നിപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രോഗസൗഖ്യത്തിനായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതായ 2-3 വചനങ്ങളാണ്. അപ്പം അസുഖം വരുമ്പോൾ നമുക്ക് എന്താണേലും ചികിത്സ ആവശ്യമാണ്. ചികിത്സിക്കാതെ വചനം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു അസുഖം വരുമ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ദൈവസന്നിധിയിൽ ആ അസുഖം മാറുന്നതിന് വേണ്ടിയിട്ട് ആ അസുഖത്തെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ആദ്യമേ എല്ലാ കാര്യത്തിലും ആദ്യം നമ്മൾ ദൈവത്തിൻ്റേതായിട്ടുള്ള ഒരു ദൈവത്തെ ഓർത്ത് നമ്മൾ ആ കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ അനുഗ്രഹീതമാകും. ഇപ്പോൾ ഒരു രോഗം വന്നു, ആ സമയം നമ്മളൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് രോഗസൗഖ്യം ലഭിക്കും. ഇപ്പം മരുന്നിനും ഡോക്ടർമാർക്കും ഒന്നും രക്ഷിക്കാൻ പറ്റാത്ത അനേകം രോഗികൾ, അല്ലെങ്കിൽ ആയുസ്സിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നവരൊക്കെയും വചനത്തിൻ്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിച്ച് വർഷങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് രോഗസൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചൊല്ലേണ്ടതായ വചനങ്ങൾ: പുറപ്പാട് 15:26, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ജ്ഞാനം 16:10, അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിൻ്റെ പല്ലിനും കഴിഞ്ഞില്ല, അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. ജ്ഞാനം 16:12, മരുന്നോ ലേപന ഔഷധമോ അല്ല, അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. യെശയ്യാ 53:5, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യാക്കോബ് 5:15, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും.
ഈ വചനങ്ങളൊക്കെയും നമുക്ക് രോഗം വരുമ്പോൾ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ സമയം നമുക്ക് രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ, പലവിധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെയും ഡോക്ടർമാർ പോലും ഉപേക്ഷിച്ച് ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ ദിവസങ്ങൾ എണ്ണിക്കഴിയുന്ന അനേകായിരങ്ങളുണ്ടാകാം. അപ്പോൾ അവരെയൊക്കെ സമർപ്പിച്ച് സൗഖ്യദായകനായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജ്ഞാനം 16:10, ജ്ഞാനം 16:12, പുറപ്പാട് 15:26, യെശയ്യാ 53:5, യാക്കോബ് 5:15. വചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ക്രൂശിൻ ചുവട്ടിലേക്ക് അടിപ്പായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.